ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ 7th ചാപ്റ്റർ, ബേസിക് സയൻസിലുള്ള 7th ചാപ്റ്റർ മാജിക് ഓഫ് സെൻസസ്. ഈ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ്. സെൻസ് ഓർഗൻസ് ഏതാണെന്നൊക്കെ മക്കൾക്ക് അറിയാമെന്ന് മാഡത്തിന് അറിയാം. ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്? ഐസ്, നോസ്, സ്കിൻ, ഇയർ, ടങ് അല്ലേ? ഇവ 5 എണ്ണമാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഓരോ പാർട്ട് കഴിയുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു പിക്ചറിൽ ഫസ്റ്റ് ആരെയാണ് കാണുന്നത്? ഒരു ഡോഗിനെയാണ് കാണുന്നത്. എന്താണ് നമ്മുടെ ഡോഗ് പറയുന്നത്? ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദി സൗണ്ട്സ്. എനിക്ക് ഏറ്റവും ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാൻ കഴിയുമെന്ന് നമ്മുടെ ഡോഗ് പറയാണ്. ഇനി ഈഗിളാണെങ്കിലോ, പരുന്തിലെ ഈഗിൾ എന്താ പറയുന്നത്? ഐ ക്യാൻ സീ ദ പ്രേ ഈവൻ ഫ്രം എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. പ്രേ എന്ന് പറഞ്ഞാൽ ഇര. അപ്പോൾ ഐ ക്യാൻ സീ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒരുപാട് ദൂരത്ത് നിന്നാണെങ്കിൽ പോലും ഇരയെ എനിക്ക് വ്യക്തമായി കാണാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെ പറയാം, വളരെ ദൂരത്തുള്ള ഇരയെ എനിക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? ഐ ക്യാൻ റെക്കഗ്നൈസ് ടേസ്റ്റ് യൂസിങ് മൈ ലെഗ്സ്. എനിക്ക് രുചി തിരിച്ചറിയാൻ പറ്റുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? ലെഗ്സ് അല്ലേ? എൻ്റെ കാലുകൾ ഉപയോഗിച്ചിട്ട് എനിക്ക് എല്ലാത്തിൻ്റെയും രുചി തിരിച്ചറിയാൻ കഴിയും. ഇനിയോ നമ്മുടെ ബെയർ എന്താ പറയുന്നത്? ബെയർ പറയാണ് ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ഫൈൻഡസ്റ്റ് ഓഫ് സ്മെൽസ്. എനിക്ക് ചെറിയൊരു ഗന്ധം, അത്ര നേരിയ ഗന്ധം പോലും, ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ല്. ഓക്കെ, അതുപോലും തിരിച്ചറിയാൻ കഴിയും. ഇനി നമ്മുടെ ക്രൊക്കോഡൈൽ എന്താ പറയുന്നത്? ഈവൻ ഇഫ് മൈ ബോഡി ഈസ് ഹാർഡ് ലൈക്ക് എ റോക്ക് ഐ വിൽ നോ വെയർ എവർ ടച്ച്ഡ്. നമ്മുടെ ക്രൊക്കോഡൈലിൻ്റെ ബോഡി എങ്ങനെയാണ്? ഹാർഡാണല്ലേ, നല്ല പാറ പോലെയാണ്, അത്രയും ഹാർഡാണ്. എന്നാലും എവിടെ തൊട്ടാലും ഞാൻ അറിയും എന്നാണ് നമ്മുടെ ക്രൊക്കോഡൈൽ പറയുന്നത്. അപ്പോൾ ഇവർ 5 ആൾക്കാർ ഇവരുടെ കഴിവുകൾ പറയുന്നുണ്ട് അല്ലേ? ഇനി നോക്കിയേ, യു ഹാവ് റീഡ് വാട്ട് ഈച്ച് ക്രിയേച്ചർ ഹാസ് സെഡ്, ഹാവൻറ്റ് യു? നിങ്ങൾ ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞത് വായിച്ചല്ലോ. വാട്ട് ആർ ദ സ്പെഷ്യൽ എബിലിറ്റീസ് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ടു റെക്കഗ്നൈസ് ദെയർ സറൗണ്ടിങ്സ്? അപ്പോൾ നമ്മുടെ മുകളിൽ കണ്ടിട്ടുള്ള ആനിമൽസിന് ഒരു സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട് അല്ലേ? പ്രത്യേകമായൊരു കഴിവുകളുണ്ട്. എന്തിന്? ടു റെക്കഗ്നൈസ് ദെയർ സറൗണ്ടിങ്സ്. അവരുടെ സറൗണ്ടിങ്സ് ഒക്കെ തിരിച്ചറിയാൻ അവർക്ക് പ്രത്യേക കഴിവുകളുണ്ട്. അവ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ ഒരു ടേബിൾ തരുന്നുണ്ട് അല്ലേ? ആ ടേബിൾ നമ്മളെടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ടേബിളിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്? ക്രിയേച്ചറാണ്, ജീവികളുടെ പേര്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ജീവികൾ തന്നെ കേട്ടോ. പിന്നെയോ അവർക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ഓർഗണും സ്പെഷ്യൽ എബിലിറ്റിയും. ഓക്കെ, അപ്പോൾ ഈഗിളിൻ്റെ കേസിൽ നമുക്കവിടെ തന്നിട്ടുണ്ട് ഐസാണ് അല്ലേ? ഐസ് ഉപയോഗിച്ചിട്ട് ഇതിനെന്താണ്? ഫാർ സൈറ്റ്, ദൂരത്തുള്ളതൊക്കെ കാണാൻ പറ്റും. എത്ര ദൂരത്തുള്ള ഇരയെയും പിടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി ആയിട്ട് വരുന്നത്. ബട്ടർഫ്ലൈൻ്റെ കേസിൽ എന്താണ്? ലെഗാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കേട്ടോ. ലെഗ്. ദെൻ സ്പെഷ്യൽ എബിലിറ്റി എന്താണ്? ലെഗ് ഉപയോഗിച്ചിട്ട് അതിനെ എന്തും ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന് ടു റെക്കഗ്നൈസ് ടേസ്റ്റ് എന്ന് എഴുതാം. അപ്പോൾ ലെഗ് ഉപയോഗിച്ചിട്ട് അതിന് ടേസ്റ്റ് തിരിച്ചറിയാൻ പറ്റും. ഇനി ക്രോക്കഡൈലിൻ്റെ കേസിലാണെങ്കിൽ സ്കിന്നാണ്. സ്കിൻ ഉപയോഗിച്ചിട്ട് ഏതൊരു തരം ടച്ചും അതിന് അറിയാൻ പറ്റും. ഇനി ഡോഗിൻ്റെ കേസിൽ ഇയറാണ്. ഇയറിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി എന്താണ്? ടു ഹിയർ, കേൾക്കാനാണല്ലേ. ബെയറിൻ്റെ കേസിലാണെങ്കിലോ ബിയർ എന്നല്ല വായിക്കുക, ബെയർ എന്നാണ് കേട്ടോ വായിക്കുക. ബിയർ എന്ന് പറഞ്ഞാൽ കരടിയാണല്ലേ. കരടിക്ക് എന്താ ഉള്ളത്? നോസാണുള്ളത്. നോസ് ഉപയോഗിച്ചിട്ട് അതിന് ഏത് സ്മെല്ലും തിരിച്ചറിയാൻ പറ്റും. ഇനി ദീസ് ഓർഗൻസ് ഹെൽപ്പ് ദ ക്രിയേച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ് ത്രൂ സൈറ്റ്, ടച്ച്, ഹിയറിംഗ്, സ്മെൽ ആൻഡ് ടേസ്റ്റ്. അപ്പോൾ
അപ്പോൾ ഈ പറയുന്നതൊക്കെ സെയിം ആണ്. എന്താണ്? നമ്മുടെ ജീവികൾക്ക് ഈ ഓർഗൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നോസ്, ഐസ്, ഇയർ, ടങ്, സ്കിൻ, ഈ 5 ഓർഗൻസ് ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ, അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ത്രൂ സൈറ്റ്, അവരുടെ കാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ അവരെ ടച്ച് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഹിയറിങ്, കേൾക്കുന്നതിലൂടെ, സ്മെല്ല് ചെയ്തുകൊണ്ട്, അതുപോലെ ടേസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ എന്താണ് നമ്മുടെ ക്രിയേച്ചേഴ്സിന് അവരുടെ സറൗണ്ടിങ്സ് തിരിച്ചറിയാൻ പറ്റും, അവരുടെ ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ പറ്റും. സിമിലർലി വിച്ച് ആർ ദ ഓർഗൻസ് ദാറ്റ് ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് അവർ സറൗണ്ടിങ്സ്. അപ്പം നമ്മൾ ജീവികളുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമായിട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓർഗൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം, അല്ലേ? നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ തിരിച്ചറിയണമല്ലോ. നമ്മുടെ ചുറ്റുപാട് എന്തെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമല്ലോ. അതിന് നമ്മളെ സഹായിക്കുന്ന ഓർഗൻസ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്കറിയാം, നമ്മുടെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള 5 സെൻസ് ഓർഗൻസ് ആണ്. ഏതൊക്കെയാണ് 5 സെൻസ് ഓർഗൻസ്? നമ്മൾ ഇതുവരെ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഏതൊക്കെയാണ്? ഐസ്, നോസ്, അതുപോലെ തന്നെ ഇയർ, ടങ് ആൻഡ് സ്കിൻ. ഐസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ സൈറ്റ്, കാണാൻ വേണ്ടിയിട്ട്. ഇയർ എന്തിനാണ്? ടു ഹിയർ. അതുപോലെ തന്നെ നോസ് ടു സ്മെൽ, ടങ് ടു ടേസ്റ്റ്, സ്കിൻ ടു ടച്ച്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ ഏതൊക്കെയാണ് 5 സെൻസ് ഓർഗൻസ്. ആ സെൻസ് ഓർഗൻസിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി വാട്ട് ആർ സെൻസ് ഓർഗൻസ്? എന്താണ് സെൻസ് ഓർഗൻസ് എന്നാണ് പഠിക്കുന്നത്. Creatures have different types of organs that help them to understand the surroundings. നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ നമ്മൾ ജന്തുക്കൾക്കുണ്ട്. ദീസ് ഓർഗൻസ് ആർ കോൾഡ് സെൻസ് ഓർഗൻസ്. ആ ഓർഗൻസിനെയാണ്, ആ അവയവങ്ങളെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളെയാണ് നമ്മൾ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനിയോ ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസ്? Eyes, ears, nose, tongue and skin are the sense organs of human beings. മനുഷ്യരുടെ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ, അല്ലേ? ഇവയാണ് നമ്മൾ മനുഷ്യരുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ചെറിയൊരു മത്സരം നടത്താനാണ്. ഒരു പൂട്ട് തന്നിട്ടുണ്ട്, അതുപോലെ കുറച്ച് താക്കോലുകളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് കെട്ടിക്കാണ്ട് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ, ഈ ഒരു പൂട്ടിൻ്റെ ഒറിജിനൽ ചാവി ഏത് അല്ലെങ്കിൽ താക്കോൽ ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണ് നമ്മളിങ്ങനെ കെട്ടിയിട്ടാൽ, കണ്ണ് അടച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുക, കണ്ണ് ഒരു ഷാൾ വെച്ച് കെട്ടിയിട്ടാൽ നമുക്ക് കാണാത്തത് കൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്നൊന്നും നമുക്ക് ആ ചാവി ഏതെന്ന് ഒരു 30 സെക്കൻഡിൻ്റെ ഉള്ളിലൊന്നും പെട്ടെന്നൊന്നും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്ര ഈസി അല്ല നമുക്ക് എന്ത് ചെയ്യാൻ, ഓരോ ഒബ്ജക്ട്സും റെക്കഗ്നൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ. നമ്മുടെ കണ്ണ് നമുക്കറിയാലോ, കണ്ണ് ഇപ്പോൾ അടച്ചാൽ തന്നെ നമുക്ക് പല ഒബ്ജക്ട്സും തിരിച്ചറിയാൻ കഴിയൂല, അല്ലേ? നമുക്ക് കാണുന്ന അത്ര ഈസി അല്ല കാണാതെ ഒരു കാര്യം ചെയ്യാൻ. ക്ലിയർ ആയോ? ഇനി ഡ്രോ ദ പിക്ചർ ഓഫ് ഐസ് ആൻഡ് കളർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു അടിപൊളി കണ്ണുകൾ വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അടിപൊളിയായിട്ടുള്ള കണ്ണുകൾ നിങ്ങളൊന്ന് റഫായിട്ട് വരച്ച് നോക്കുക. ഓക്കെ, അതത്രയേ ഉള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, വെൻ ദ പൊസിഷൻ ചേഞ്ചസ്. നമ്മുടെ കണ്ണിൻ്റെ സ്ഥാനം അങ്ങോട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. Are the eyes of other creatures similar to our own eyes? Look at the position of the eyes of the creatures in the picture. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാറ്, നിങ്ങളുടെ വീട്ടിലെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ഫേസിൻ്റെ ഏത് ഭാഗത്താണെന്ന് നോക്കുക. നമ്മുടെ കണ്ണുകൾ എവിടെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മുടെ കണ്ണുകൾ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഹെഡിൻ്റെ മുൻവശത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ തലയുടെ മുൻവശത്താണ് നമുക്ക് കണ്ണുകളുള്ളത്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ടൈഗർ, ലയൺ, ഇവയ്ക്കൊക്കെ എന്താണ്, അവരുടെ ഹെഡിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് കണ്ണുകളുള്ളത്. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോട്ടിനെയും ഹെന്നിനെയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവയുടെ ഐസിൻ്റെ സ്ഥാനം, ഇവയുടെ കണ്ണിൻ്റെ സ്ഥാനം എവിടെയാണ്?
മാഡത്തിൻ്റെ ചില കുട്ടികളൊന്നും ഇതുവരെ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലേ. എവിടെ ഇപ്പോൾ കോഴിയുടെ കണ്ണ്? ഇതാവും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ. എവിടെയാണ്? അവയുടെ തലയുടെ 2 സൈഡിലുമാണല്ലേ. 2 സൈഡുകളിലാണ്, അല്ലാതെ ഫ്രണ്ട് പോർഷനിലാണോ നമ്മുടെ കോഴിയുടെ കണ്ണുകളുള്ളത്? അല്ല. എവിടെയാണ്? 2 സൈഡിലാണ് ഉള്ളത്. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ആർ ദ ഐസ് ഓഫ് അതർ ക്രിയേച്ചേഴ്സ് സിമിലർ ടു അവർ ഓൺ ഐസ്? നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ ബാക്കിയുള്ള ജീവികളുടെയൊക്കെ കണ്ണുകൾ എന്നാണ് ചോദ്യം. അല്ല, നോ എന്നാണ് ആൻസർ അല്ലേ. ലുക്ക് അറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഓഫ് ദി ക്രിയേച്ചേഴ്സ് ഇൻ ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള പിക്ചറിൽ അവയുടെ കണ്ണുകൾ എവിടെയാണെന്ന് നോക്കുക. ഗോട്ടിൻ്റെ എവിടെയാണ്? സൈഡിലാണ് അല്ലേ. ഐസ് വരുന്നത് ഹെഡിൻ്റെ സൈഡിലാണ്. ടൈഗറിൻ്റെ ആണെങ്കിലോ ഫ്രണ്ട് പോർഷനിലാണല്ലേ. ഹെഡിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഐസ് വരുന്നത്. ഹെന്നിൻ്റെത് നമ്മൾ പറഞ്ഞു എവിടെയാണ്? സൈഡിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, ഹൗ ഡസ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഹെൽപ്പ് ദീസ് ക്രിയേച്ചേഴ്സ്? എങ്ങനെയാണ് ഈ ഐസിൻ്റെ പൊസിഷൻ ഈ ജീവികളെ സഹായിക്കുന്നത്? ക്ലാസിഫൈ ക്രിയേച്ചേഴ്സ് ഇൻറ്റു ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദെയർ ഐസ്. അതുപോലെ തന്നെ നിങ്ങളോട് കുറച്ച് ജീവികളെ അവയുടെ കണ്ണിൻ്റെ സ്ഥാനം എവിടെയാണോ, കണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണോ നോക്കിയിട്ട് അവരെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അവിടെ ഒരു ടാബിൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ജീവികളെ ഈ പൊസിഷൻ ഓഫ് ഐസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പഠിക്കേണ്ടത്? ആർക്കൊക്കെയാണ് ഹെഡിൻ്റെ ഫ്രണ്ടിൽ ഐസ് ഉള്ളത് എന്നുള്ളത് അല്ലേ. അപ്പോൾ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവർ ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്മളെ തന്നെ എഴുതാം ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ തലയുടെ മുൻഭാഗത്ത് കണ്ണുള്ളവരാണ് അല്ലേ. ഇനി ആർക്കെങ്കിലും സംശയമാണെങ്കിൽ എന്ത് ചെയ്യണം? വേഗം പോയി കണ്ണാടി നോക്കുക. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പൂച്ച അല്ലേ, ക്യാറ്റ്, ഇവയ്ക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്താണ് കണ്ണുകളുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ടൈഗർ, ലയൺ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരാളാരാണ്? ഓൾ. ഇനിയും ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എക്സാമ്പിളായിട്ട് 2-3 ആൾക്കാരെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ദോസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ഹെഡ്. ഇനി തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവരാരൊക്കെയാണ്? നമ്മൾ ഹെന്നിനെ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ആരെ പറഞ്ഞു? ഗോട്ടിനെയും പറഞ്ഞു അല്ലേ. പിന്നെ നമുക്ക് ഡക്ക്, ഡീർ, പിന്നെ ആരെഴുതാം? റാബിറ്റ് അല്ലേ. ഇവയൊക്കെ എഴുതാം. ഇനി നോക്കിയേ, ആനിമൽസ് വിത്ത് ഐസ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ്സ് ആർ ഏബിൾ ടു പ്രിസൈസ്ലി അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട്സ്. അപ്പോൾ ആനിമൽസ് വിത്ത് ഐസ് ഓൺ ദ ഫ്രണ്ട് പോർഷൻ അല്ലേ, നമ്മുടെ ഫ്രണ്ടിൽ കണ്ണുള്ള ജീവികൾക്ക്, ആനിമൽസിന് എന്താണ്? കറക്റ്റായിട്ട് ഒരു വസ്തുവിൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ആ വസ്തുവും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസും അതിൻ്റെ കറക്റ്റ് പൊസിഷനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്കൊക്കെ എന്താണ്? ഫ്രണ്ട് പോർഷനിലാണ് ഐസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഒരു വസ്തു എത്രത്തോളം ദൂരത്താണ് നമ്മളിൽ നിന്ന്, നമ്മുടെ ഇടയിലുള്ള ആ ഡിസ്റ്റൻസ്, ആ ഒരു വസ്തുവും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ വസ്തുവിൻ്റെ പൊസിഷനും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. This particularity of animals like tigers and lions help them to catch their prey. അപ്പം ഈ ഒരു പെക്യുലാരിറ്റി, ഈ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കടുവയെയും സിംഹത്തിനെയൊക്കെ അവർക്ക് ഇര പിടിക്കാൻ സഹായിക്കുന്നത്. ഇര പിടിക്കാൻ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അത് എളുപ്പമാവുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കണ്ണുകൾ അവരുടെ ഹെഡിൻ്റെ മുൻഭാഗത്തായതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് അവരെ ഇരയുടെ സ്ഥാനവും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ആനിമൽസ് വിത്ത് ഐസ് ഓൺ ദ സൈഡ്സ് ഓഫ് ദെയർ ഹെഡ് ആർ ഏബിൾ ടു സീ ബോത്ത് ദ സൈഡ്സ്. മനസ്സിലായോ? ഇനി ഹെഡിൻ്റെ സൈഡിലാണ് കണ്ണുള്ള ജീവികൾക്ക് അവർക്ക് 2 വശത്തുള്ള കാഴ്ചകളും കാണാൻ പറ്റും. This feature helps animals like deer, rabbits to escape from their predators. ഇങ്ങനെ നമ്മുടെ മുയലിനും അതുപോലെ മാനിനൊക്കെ 2 സൈഡിലുമാണ് കണ്ണുകളെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ജീവികൾക്ക് അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഒരു സൈഡിൽ കണ്ണുള്ളത് സഹായിക്കും.
അപ്പോൾ മനസ്സിലായല്ലോ രണ്ട് കൂട്ടുകാർക്കും. അപ്പം മുൻഭാഗത്ത് കണ്ണുള്ളവർക്ക് എന്താണ് അവർക്ക് ഡിസ്റ്റൻസും പൊസിഷനും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സൈഡിലാണ് കണ്ണുള്ള ജീവികൾക്ക് എന്താണ് അവർക്ക് രണ്ട് ഭാഗവും കറക്റ്റായിട്ട് കണ്ടിട്ട് അവരെ പിടിക്കാൻ വരുന്ന ശത്രുക്കളെ കാണാൻ പറ്റും, പെട്ടെന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാനും സഹായിക്കും. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി ഇവിടെ കുറച്ച് ആനിമൽസിനെ തന്നിട്ടുണ്ട്. ക്യാറ്റ്, ഓള്, ക്യാമിലിയോൺ. ഇവരെ 3 ആളെ തന്നിട്ടുണ്ട്. ക്യാമിലിയോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓന്ത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ക്യാറ്റ്, നമ്മുടെ പൂച്ചകളുടെ കണ്ണ് നമ്മൾ രാത്രിയിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക തിളക്കാണ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാത്രിയാൽ അവരുടെ കണ്ണിന് പ്രത്യേക ഒരു തിളക്കം ഉണ്ടാവലുണ്ട് അല്ലേ, നമ്മുടെ പൂച്ചയുടെ കണ്ണിന്. ഇനി മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. അപ്പം ഞാനിത് വായിക്കുന്നില്ല, ഞാൻ കാര്യം പറഞ്ഞുതരാം. എന്താ പറയുന്നത് അറിയാം? നമ്മുടെ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ചുരുങ്ങി നിൽക്കും. എന്നാലോ രാത്രിയിൽ അത് പരമാവധി അത് വലുതായി നമുക്ക് കാണപ്പെടും. മനസ്സിലായോ? അതെന്തിനാന്ന് വെച്ചാൽ പൂച്ചകൾ രാത്രിയാണ് അധികവും ഇര പിടിക്കാറ്. അപ്പോൾ രാത്രിയിലെ ആ ചെറിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാത്രിയിൽ പൂച്ചകളുടെ കണ്ണിലെ കൃഷ്ണമണി വികസിച്ച് നിൽക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ നമ്മുടെ പൂച്ചയുടെ കണ്ണിൽ ഒരു പ്രത്യേകതരം സെൽസിൻ്റെ ഒരു ലെയർ തന്നെയുണ്ട്. സെൽസ് എന്ന് പറഞ്ഞാൽ കോശങ്ങൾ അല്ലേ? ആ കോശങ്ങളുടെ ഒരു പാളി തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പൂച്ചകളുടെ കണ്ണുകൾ രാത്രിയിൽ ഇങ്ങനെ തിളങ്ങുന്നത്. ഇപ്പോൾ ക്ലിയർ ആയാലോ എന്തുകൊണ്ടാണ് നമ്മുടെ പൂച്ചയുടെ കണ്ണിങ്ങനെ തിളങ്ങുന്നത് രാത്രിയിൽ എന്നുള്ളത് അല്ലേ? ഇരുട്ടത്തൊക്കെ പൂച്ചയുടെ കണ്ണുകൾ കാണുമ്പോൾ ഭയങ്കര തിളക്കല്ലേ? അതെന്താണ്? പൂച്ചയുടെ കണ്ണിലൊരു പ്രത്യേക സെൽസിൻ്റെ ഒരു ലെയർ തന്നെയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അത് മിക്കവാറും ഈ രാത്രിയിൽ ഇര പിടിക്കുന്ന എല്ലാ ജീവികളുടെ കണ്ണിലും നമുക്കിത് കാണാൻ പറ്റും. ഇങ്ങനൊരു സെൽസിൻ്റെ ഒരു ലെയർ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ വായിച്ചുതരാം, മക്കളൊന്ന് നോക്കിയേ. ദ പ്യൂപ്പിൾ ഓഫ് എ കാറ്റ്സ് ഐ അപ്പിയേഴ്സ് ടു കൺസ്ട്രിക്ട് ഇൻ ദ ഡേ ലൈറ്റ് ആൻഡ് ഡിലൈറ്റ് ടു ദ മാക്സിമം അറ്റ് നൈറ്റ്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി, ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ വികസിക്കുക. അപ്പോൾ നൈറ്റിൽ അത് മാക്സിമം വികസിക്കും, ഡേ ലൈറ്റിലാണെങ്കിൽ അതിങ്ങനെ ചുരുങ്ങി നിൽക്കും. കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങി നിൽക്കുക. മനസ്സിലായല്ലോ? ദിസ് ഹെൽപ്സ് ടു കാറ്റ് ടു സീ ഈവൻ ഇൻ ലോ ലൈറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ് രാത്രിയിൽ വികസിക്കുന്നത് കൊണ്ട് തന്നെ അതിന് മാക്സിമം അതിന് ചെറിയ ലൈറ്റിൽ പോലും അതിന് കാണാൻ പറ്റും. പിന്നെ എന്താണ് എ കാറ്റ്സ് ഹൈ ഹാസ് എ ലെയർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ്. That is the reason for the shining of their eyes at night. ക്ലിയർ ആയല്ലോ? നമ്മുടെ കാറ്റിൻ്റെ കണ്ണിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസിൻ്റെ ലെയർ തന്നെയുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രാത്രിയിൽ അതിൻ്റെ കണ്ണിനിങ്ങനെ തിളങ്ങുന്നത്, ഷൈനിങ്, നല്ല തിളക്കം വരുന്നത്. The eyes of many animals that hunt for prey at night have this feature. രാത്രിയിൽ ഇര പിടിക്കുന്ന ഒരുവിധം എല്ലാ ആനിമൽസിൻ്റെയും ഈ ഒരു ഫീച്ചർ, ഈ ഒരു പ്രത്യേകത അവരുടെ കണ്ണിന് ഉണ്ട്. ഇത്രയാണ് കാറ്റിൻ്റെ കാര്യം. ഇനി നമ്മുടെ ഓളിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഓളിന് അതിൻ്റെ നെക്ക് റൗണ്ടായിട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഓളിന് എന്താണ് ഹെഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലാർജ് ഐസ് ആണ്. ദ ഓൾ ഹാസ് ലാർജ് ഐസ് ഡയറക്ട്ലി അറ്റ് ദ ഫ്രണ്ട് ഓഫ് ഇറ്റ്സ് ഹെഡ്. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. അതുപോലെ തന്നെ മൂങ്ങയുടെ കഴുത്ത് നമുക്ക് എന്താണ്, പുറകോട്ടും തിരിച്ച് പുറകിലെ കാഴ്ചകളും കാണാനും നമ്മുടെ മൂങ്ങയ്ക്ക് സാധിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി കെമലിയോണിൻ്റെ പ്രത്യേകത എന്താണ്? മരയോന്തിൻ്റെ പ്രത്യേകത എന്താണ്? ദി കെമലിയോൺ ക്യാൻ സൈമൾട്ടേനിയസ്ലി മൂവ് ഇറ്റ്സ് ഐസ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ് ആൻഡ് സീ അറൗണ്ട് ഇറ്റ്. എന്താണ് മരയോന്തിന് എന്താണ്, അതിൻ്റെ കണ്ണുകൾ ഒരേ സമയത്ത് തന്നെ പല ദിശകളിലേക്കും ചലിപ്പിച്ചിട്ട് അതിന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പോൾ ഓരോരുത്തരുടെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ, കണ്ണിൻ്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഐ ഡിസീസസ്, നേത്ര രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കണ്ണിന് പൊതുവേ വരുന്നൊരു അസുഖമാണ്, നമ്മൾ മലപ്പുറം ഏരിയയിലൊക്കെ കണ്ണസുഖമാണെന്ന് പറയും. അത് എന്താ വെച്ചാൽ ചെങ്കണ്ണ് എന്ന് പറയും. അതാണ് കൺജക്റ്റിവൈറ്റിസ്.
അപ്പോൾ നിങ്ങൾക്കറിയാലേ കണ്ണിൻ്റെ ഫുള്ള് റെഡ് കളറായിട്ട് ഫുള്ളിങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കും, കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്ന ആ ഒരു അസുഖമാണല്ലേ ചെങ്കണ്ണ് എന്ന് പറയുന്നത്. ചെങ്കണ്ണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. മെനി പീപ്പിൾ ഇൻ ദ സ്റ്റേറ്റ് ആർ സീക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ കൺജക്റ്റിവൈറ്റിസ്. ദിസ് ഡിസീസ് സ്പ്രെഡ് ഫാസ്റ്റ് എമംഗ് ചിൽഡ്രൻ. Care should be taken not to touch the objects used by the patient as this is a communicable disease. നമ്മുടെ സംസ്ഥാനത്ത് എന്താണ് ചെങ്കണ്ണ് അല്ലേ, കണ്ണസുഖം ബാധിച്ച് ഒരുപാട് പേര് ചികിത്സ തേടുന്നുണ്ട്. അപ്പം മെയിനായിട്ട് കുട്ടികൾക്കിടയിലാണ് ഈ രോഗം പെട്ടെന്ന് പകരുന്നത്. അത് എന്താണ് സമ്പർക്കത്തിലൂടെയാണ് അത് പകരുന്നത് എന്നതുകൊണ്ട് തന്നെ രോഗി ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഉള്ള ഒരു നോട്ടീസാണ്, മെഡിക്കൽ ഓഫീസർ ഒരു നോട്ടീസാണ്. അപ്പോൾ എന്താ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കറിയാം കൺജക്റ്റിവൈറ്റീസ് എന്ന് പറഞ്ഞാൽ ചെങ്കണ്ണാണ്. ചെങ്കണ്ണ എങ്ങനെയാണ് പകരുന്നതടാ മക്കളെ പറഞ്ഞേ. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെങ്കണ്ണ് വന്നിരിക്കും അല്ലേ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ടിന് ആർക്കെങ്കിലും ചെങ്കണ്ണുണ്ടെങ്കിൽ അതും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലോട്ട് വരും. വീട്ടിലുള്ള എല്ലാവർക്കും പിന്നെ ചെങ്കണ്ണുണ്ടാവും അല്ലേ. അതെന്തുകൊണ്ടാണ് ചെങ്കണ്ണ് അങ്ങനെ പകരുന്നത്? കാരണം നമ്മൾ ഉപയോഗിച്ച ഇപ്പോൾ ആരാണോ രോഗി, ചെങ്കണ്ണ് ആർക്കാണോ ഉള്ളത് അവരുപയോഗിച്ച സാധനം മറ്റുള്ളവർ തൊടുമ്പോഴോ അല്ലെങ്കിൽ അവരോട് അടുത്ത് ഇടപഴകുമ്പോഴോ എന്തുണ്ടാകും, ചെങ്കണ്ണ് പകരും. ചെങ്കണ്ണ് എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ പകരുന്ന അസുഖമാണ്. ഓക്കെ, ഇനി എന്തൊക്കെ സിംറ്റംസ് ആണ്, എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഈ കൺജക്റ്റിവൈറ്റിസിന് ഉണ്ടാവുക? ഫസ്റ്റ് വൺ എന്താണ്, പെയിൻ ഉണ്ടാവും അല്ലേ, കണ്ണിൽ വേദനയുണ്ടാവും. പിന്നെ നമുക്കറിയാം അസുഖമുള്ളവർക്ക് ഇങ്ങനെ കണ്ണിൽ നിന്ന് നിൽക്കാതെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും അല്ലേ, വാട്ടറി ഐസ് ആയിരിക്കും. പിന്നെ നല്ല റെഡ് കളറായിരിക്കും, റെഡ്നെസ് ഇൻ ഐസ്. പിന്നെയോ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, അതുപോലെ പഫി ഐസ് ആയിരിക്കും, നല്ല ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന പഫി ആയിട്ടുള്ള ഒരു ഐസ് ആയിരിക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കൺജക്റ്റിവൈറ്റിസിനുള്ള സിംറ്റംസ്. ഇനി വാട്ട് അതർ ഐ ഡിസീസസ് ഡു യു നോ? നിങ്ങൾക്ക് അറിയാവുന്ന വേറെ കണ്ണിന് വരുന്ന അസുഖങ്ങൾ പറഞ്ഞേ. തിമിരം ബാധിക്കും അല്ലേ, കണ്ണിന് തിമിരം വരും. പിന്നെ കണ്ണിന് ക്യാൻസർ വരും. കാറ്ററാക്റ്റ് ആണ് കേട്ടോ തിമിരം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലേ, വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വയസ്സാകുമ്പോൾ എന്താണ് കണ്ണിന് കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ, ആ ഒരു ഇതാണ് കാറ്ററാക്റ്റ് തിമിരം എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോക്കോമ എന്ന് പറയുന്നത് അത് എന്താണ് നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിന് ബാധിക്കുന്ന ഒരു അസുഖമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നീ നെക്സ്റ്റ് നോക്കിയേ. ഈ ഒരു പിക്ചർ സ്പെക്സ് വെക്കുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാവൂലേ. അവർ കണ്ണ് ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുമ്പോൾ അവർ ഈ സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടാവും അല്ലേ. മക്കൾക്ക് ആർക്കെങ്കിലും നമ്മൾ വായിക്കുന്നത് ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള എഴുത്തുകളൊന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അടുത്തുള്ള ലെറ്റേഴ്സൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മളെ എവിടെ കൊണ്ടുപോകും? കണ്ണ് ഡോക്ടറെ അടുത്ത് അല്ലേ, ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ നമ്മളെ അടുത്ത് ഇതേപോലെ ഒരു ചാർട്ട് കാണിച്ചിട്ട് നമ്മളെടുത്ത് വായിക്കാൻ പറയും. ഈ ചാർട്ടിൽ ആദ്യമൊക്കെ എന്താണ് വലിയ വലിയ അക്ഷരത്തിലായിരിക്കും അക്ഷരങ്ങൾ ഉണ്ടാവുക അല്ലേ, നല്ല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ താഴോട്ട് വരുന്നതിനനുസരിച്ച് നമ്മുടെ അക്ഷരങ്ങളുടെ വലുപ്പവും കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വായിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കണ്ണിന് കാഴ്ചക്കുറവൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ നമുക്കത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് നമ്മുടെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ഡോക്ടർ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട ഗ്ലാസിൻ്റെ കോണ്ടാക്ട് ഗ്ലാസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, സ്പെക്സ് വെക്കാൻ നമ്മുടെ അടുത്ത് പറയും അല്ലേ. അങ്ങനെയല്ലേ മക്കളെ നിങ്ങളൊക്കെ സ്പെക്സ് വെച്ച കുട്ടികൾക്കൊക്കെ അനുഭവം ഉണ്ടായത്? എന്താ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് വല്ല അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാട്ടോ, എല്ലാവരും ഒന്ന് അറിയട്ടെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇനി ഹാവ് യു സീൻ ദി ചാർട്ട്സ് യൂസ്ഡ് ഫോർ വിഷൻ ടെസ്റ്റ്? നിങ്ങൾ നമുക്ക് കാഴ്ച പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ചാർട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിനെ പറ്റിയുള്ള വിവരങ്ങളാണ് തരുന്നത്. ഈ ചാർട്ടിൻ്റെ പേരെന്താണെന്ന് അറിയോ? സ്നെല്ലൻ ചാർട്ട്. എന്തിനാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ കാഴ്ച പരിശോധനക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. There are letters of different sizes in the chart commonly used for testing eyesight. എന്താണ് ഈ സ്നെല്ലൻ ചാർട്ടിൽ ഡിഫറെൻറ്റ് സൈസസിലുള്ള ലെറ്റേഴ്സ് ആണ് ഉണ്ടാവുക. അത് നമ്മൾ എന്തിനാണ് കോമൺലി യൂസ് ചെയ്യുന്നത്? ഫോർ ടെസ്റ്റിംഗ്
ടെസ്റ്റിംഗ് ഐസൈറ്റ്, നമ്മുടെ കാഴ്ച പരിശോധിക്കാനാണ് നമ്മൾ ഇത് സ്നെല്ലൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ദി ലെറ്റേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സൈസ് ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. മേലിൽ നിന്ന് അടിയിലോട്ട് പോകുമ്പോൾ ലെറ്റേഴ്സിൻ്റെ സൈസ് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ രൂപത്തിലാണ് ഈ ഒരു സ്നെല്ലൻ ചാർട്ടിൽ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദിസ് വാസ് ഡെവലപ്ഡ് ബൈ ഒഫ്താൽമോളജിസ്റ്റ് ഹെർമൻ സ്നെല്ലൻ ഇൻ 1862. 1862 നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഈ ഒരു ചാർട്ടിന് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ, നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ വിഷ്വലി ചാലഞ്ച്ഡ്. ഇപ്പോൾ കാഴ്ച ഇല്ലാത്തവരുടെ അവസ്ഥയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഹൗ ഡു വിഷ്വലി ചാലഞ്ച്ഡ് ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്? എങ്ങനെയാണ് നമുക്ക് വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള, കാഴ്ചക്ക് വെല്ലുവിളി നേരിടുന്നത്, മീൻസ് കാഴ്ചയില്ലാത്തവർ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ച് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അവരെ ടച്ച് അല്ലേ, അവർക്ക് നമ്മുടെ ഐ എന്നല്ലാത്ത, കണ്ണ് എന്നല്ലാത്ത ബാക്കി എല്ലാ സെൻസ് ഓർഗൻസും ഉണ്ടാകും. അപ്പോൾ ആ സെൻസ് ഓർഗൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ സറൗണ്ടിങ്സിനെ തിരിച്ചറിയാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ടച്ച്. നമുക്കൊരു സാധനത്തിനെ ടച്ച് ചെയ്തിട്ട് നമുക്കത് ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ദേ ഫീൽ തിങ്സ് വിത്ത് ദെയർ ഹാൻഡ്സ്. ദേ യൂസ് ബ്രെയിൽ ടു റീഡ് ആൻഡ് വൈറ്റ് കെയിൻ ടു ഫൈൻഡ് ഒബ്സ്റ്റക്കിൾസ്. വൈറ്റ് കെയിൻ എന്ന് പറഞ്ഞൊരു സ്റ്റിക്കാണ് അല്ലേ, ആ സ്റ്റിക്കും ബ്രെയിൻ ലിപി ഉപയോഗിച്ചിട്ട് അവർ വായിക്കും. വൈറ്റ് കെയിൻ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ ഇടയിൽ അവർ നടന്നു പോകുമ്പോഴൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ അവർ തിരിച്ചറിയും. ഒബ്സ്റ്റക്കിൾസ് പറഞ്ഞാൽ തടസ്സങ്ങൾ, അതൊക്കെ അവർ തിരിച്ചറിയും. പിന്നെ ഹിയറിങ്. They listen to sounds like voices, footsteps and traffic to know where they are. അവർ എവിടെയാണ്, ഇപ്പോൾ അവർക്ക് കാണുന്നില്ലല്ലോ, അപ്പോൾ അവർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർ ആ സൗണ്ടുകൾ, ചുറ്റുപാടുള്ള സൗണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെ വോയിസ്, ഫുഡ് സ്റ്റെപ്സ്, ട്രാഫിക് ഒക്കെ അവർ ആ ഒരു സൗണ്ട് വെച്ചിട്ട് അവരെവിടെയാണെന്ന് അവർ മനസ്സിലാക്കും. പിന്നെയോ സ്മെൽ ആൻഡ് ടേസ്റ്റ്. സ്മെല്ല് ചെയ്തിട്ട് അല്ലേ അവർ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കും. സ്മെൽ ഹെൽപ്സ് ദം know places like garden or bakery. Taste tells them know food and drinks. അവർ സ്മെല്ല് ചെയ്ത് കാണുന്നത് അവർ എവിടെയാണ്, ഇപ്പോൾ ഒരു ബേക്കറിയിലാണോ അല്ലെങ്കിൽ ഗാർഡനിലാണോ എന്നുള്ളതൊക്കെ അവർ തിരിച്ചറിയും. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്താണ് ഏത് ഫുഡാണ് അവർ കഴിക്കുന്നതെന്ന് അവർ തിരിച്ചറിയും. പിന്നെ മെമ്മറി. ദേ റിമെമ്പർ പ്ലേസസ് ആൻഡ് യൂസ് ദീസ് ടു മൂവ് അറൗണ്ട്. അവർക്ക് നല്ല മെമ്മറി പവർ ആയിരിക്കും. അപ്പോൾ അവരൊരു വട്ടം ആ ഒരു ഏരിയയിൽ പോയാൽ പിന്നീട് അവരത് ഓർത്തെടുത്ത് ചെയ്യും. പിന്നെ ടെക്നോളജീസ്, ഇപ്പോൾ ഒരുപാട് ആപ്സ് ഒക്കെ ഉണ്ട്. അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കാനും വോയിസ് ഡയറക്ഷൻ കൊടുക്കാനൊക്കെ ഉള്ള ഒരുപാട് ആപ്സ് ഇപ്പോൾ നിലവിലുണ്ട്. അവർ ട്രെയിനിങ് അല്ലേ, അങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരുപാട് ട്രെയിനിങ് കൊടുത്തിട്ട് ഒരുപാട് നല്ല സ്കിൽസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്താലും അവർ ഇതൊക്കെ ഓവർകം ചെയ്യും. അവരുടെ ഹെൽപ്പിന് അവർ ഡോഗ്സിനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, ഗൈഡ് ചെയ്യാൻ ഡോഗ്സിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കണ്ണിന് കാഴ്ച പരിമിതിയുള്ളവർ അവരുടെ സറൗണ്ടിങ്സിനെ തിരിച്ചറിയുന്നത്. എക്സാമിൻ ദ ഡിഫറെൻറ്റ് കറൻസി നോട്ട്സ്. നിങ്ങളടുത്ത് പറയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കറൻസി നോട്ട്സ് ഒന്ന് എക്സാമിൻ ചെയ്യാൻ. എന്നിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ. അപ്പോൾ 20 റുപ്പീസ് നോട്ട്സ്, അതുപോലെ തന്നെ 100 റുപ്പിയുടെ നോട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് 500ൻ്റെ നോട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക എന്താണ്, അവരുടെ സൈസിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ ഈ നോട്ട്സിൻ്റെ ഒക്കെ സൈസിൽ വ്യത്യാസമുണ്ട്. വേറെ എന്ത് വ്യത്യാസമാണുള്ളത്? ഫസ്റ്റത്തെ എന്ത് ചെയ്താൽ എംബോസ്ഡ് മാർക്കിങ്സ് അല്ലേ. ചില കറൻസിയിൽ ഇപ്പോൾ ഉയർത്തിയിട്ട് വലിയ അടയാളങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കത് സ്പർശിച്ചുകൊണ്ട് അതിങ്ങനെ തൊട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാഴ്ച പരിമിതിയുള്ളവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ചില രേഖകൾ അല്ലെങ്കിൽ ചിഹ്നങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നമുക്ക് ഇത് ഇന്ന നോട്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ് എംബോസ്ഡ് മാർക്കിംഗ്. എംബോസ്ഡ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉയർത്തിയിട്ട അടയാളങ്ങൾ. ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരാം, മനസ്സിലായല്ലോ. അപ്പോൾ റൈസ്ഡ് ലൈൻസ് ഓർ സിമ്പിൾസ് ഫോർ ടച്ച് ബേസ്ഡ് റെക്കഗ്നീഷൻ. പിന്നെ സൈസ് വേരിയേഷൻ, അത് നമ്മൾ പറഞ്ഞില്ലേ, പല നോട്ടുകളും പല സൈസിലാണ് ഉള്ളത്. അപ്പം അത് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ യുണീക്ക് ടെക്സ്ചേഴ്സ്. സം നോട്ട്സ് ഹാവ് സ്പെഷ്യൽ മെറ്റീരിയൽസ് ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. ചില നോട്ടുകളിൽ എന്താണ് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രത്യേക
ഒരു ടെക്സ്ചർ ഉണ്ടാവും. നമുക്ക് തൊട്ടാൽ ചിലപ്പോൾ മിനുസമുള്ളത് ഉണ്ടാവും, ചിലപ്പോൾ അത് ഒരയുള്ളത്, അങ്ങനെ ആ ടെക്സ്ചറിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് നോട്ട്സ് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇപ്പം ആപ്സ് ആൻഡ് സ്കാനേഴ്സ് ഹെൽപ്പ് ഡിറ്റക്ട് ആൻഡ് അനൗൺസ് ദ ഡിനോമിനേഷൻ. ഇപ്പം ഇപ്പോഴത്തെ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ആപ്സ് ആയാലും സ്കാനേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നോട്ട് ഏതാണ് എന്ന് നമുക്ക് വിളിച്ച് പറയുന്ന, മീൻസ് അത് അതിൻ്റെ മൂല്യം എത്ര എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന രൂപത്തിലുള്ള സ്കാനേഴ്സും ആപ്സ് ഒക്കെ ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ട്. Which features help the visually challenged individuals to recognize the currency note? Prepare a short note. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. കറൻസി നോട്ട് എങ്ങനെയാണ് വിഷ്വലി ചാലഞ്ചഡ് ഇൻഡിവിജ്വൽസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ നോട്ട് എടുത്തിട്ട് നിങ്ങളിവിടെ ആൻസർ എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഫസ്റ്റ് പിക്ചർ എന്താണ് നിങ്ങൾ കാണുന്നത്? ട്രെയിനിൻ്റെ സീറ്റ് നമ്പർ ആണല്ലേ കാണുന്നത്. ഈ ഒരു സീറ്റ് നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്താണ് ഒരു ഡോട്ട്, ഒരു മെറ്റാലിക് പ്ലേറ്റിൽ ഒരു ഡോട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ കണ്ണ് കാണാത്തവർ അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ളവർ വന്നിട്ട് ജസ്റ്റ് കഴിയുമ്പോൾ തൊട്ടാൽ അവർക്ക് മനസ്സിലാവും ഇത് ഏത് സീറ്റ് നമ്പറാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സീറ്റ് നമ്പറിനെയാണ് നമ്മൾ ബ്രെയിൽ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കുക കേട്ടോ. ഇതും അതുപോലെ തന്നെ ദ ടൈൽ ഓൺ ദ ഫുട് പാത്ത് അല്ലേ, ഈ ടൈലുകൾ ഫുട് പാത്തിൽ ഈ ടൈലുകൾ എന്താണ് ഒന്നും കൂടി ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അവർക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആ ഫുട് പാത്ത് എങ്ങോട്ട്, ഇങ്ങനെയാണ് ആ ഫുട് പാത്ത് പോകുന്നത്, അവർക്ക് കറക്റ്റായ വഴിയിൽ പോകാൻ സഹായിക്കും. അപ്പോൾ അവരുടെ കയ്യിലൊരു സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ അവർ നടക്കുമ്പോൾ, അപ്പോൾ ആ സ്റ്റിക്ക് ഇതിൽ തട്ടുമ്പോൾ എന്താണ് അവർക്ക് ആ ഒരു ശബ്ദവും ഉണ്ടാവും, അതുപോലെ തന്നെ അവർക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇത് ടൈൽ ഓൺ ദി ഫുട് പാത്തും സീറ്റ് നമ്പറിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്? നമ്മൾ കണ്ണ് കാണാത്തവർക്ക് എന്താണ് ഒരു സഹായമാകാൻ വേണ്ടിയിട്ട്, അവർക്കും അവരുടെ സറൗണ്ടിങ്സ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഹൗ ഡു ദേ ബെനിഫിറ്റ് വിഷ്വലി ചാലഞ്ചഡ് individuals? Which features of the devices like mobile phones, watches, computer etc. help them? നമ്മൾ പറഞ്ഞു അല്ലേ എങ്ങനെയാണ് സീറ്റ് നമ്പറും ഫുട് പാത്തിലെ ടൈലൊക്കെ വിഷ്വലി ചാലഞ്ചഡ് ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതായത് എന്തൊക്കെ തന്നിട്ടുള്ളത്? വാച്ച് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട് അല്ലേ. ഈ ഉപകരണങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളെ കണ്ണ് കാണാത്തവരെ അവരെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ഒരു ഫോണിലും വാച്ചിലും കമ്പ്യൂട്ടറിലൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ചെയ്താൽ അല്ലേ. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് വായിക്കുമ്പോൾ നമുക്കത് കേട്ടാൽ ആ കമ്പ്യൂട്ടറിൽ ഉള്ള ആ ആപ്പ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ വോയിസ് കമാൻഡ്സ് ഉണ്ട്. മാഗ്നിഫിക്കേഷൻ ടൂൾ ഉപയോഗിക്കുന്ന കുറച്ചെങ്കിലും കാഴ്ചയുള്ളവർക്ക് മാഗ്നിഫിക്കേഷൻ ടൂൾ ഉപയോഗിച്ച് ആ ഒരു ഒബ്ജക്റ്റിനെ വലുതായിട്ട് കാണാൻ പറ്റും. കമ്പ്യൂട്ടറിൽ ഈ ഒരു ഓപ്ഷൻസൊക്കെ വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ണ് കാണാത്തവർക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഇനി മൊബൈൽ ഫോണിലാണെങ്കിലോ വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. നമുക്കറിയാം സിരിയൊക്കെ ഉള്ളത് ഭയങ്കര ഹെൽപ്പാണ് അല്ലേ കണ്ണ് കാണാത്തവർക്ക്. അതുപോലെ തന്നെ സ്ക്രീൻ റീഡർ ആപ്സ് ഉണ്ട്, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്, അതുപോലെ തന്നെ വോയിസ് ടു ടെക്സ്റ്റ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ആപ്പുകളൊക്കെ AI ഉപയോഗിച്ചിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആപ്പുകളൊക്കെ ഉണ്ട് മൊബൈൽ ഫോണിൽ. വാച്ചിലാണെങ്കിലും ടോക്കിംഗ് വാച്ചസ് ഉണ്ട്, ബ്രെയിൽ വാച്ചസ് ഉണ്ട്, സ്മാർട്ട് വാച്ച് വിത്ത് വോയിസ് കൺട്രോൾ. ഇങ്ങനെ വാച്ചിലും പല കാര്യങ്ങൾ നമ്മുടെ കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ ആൻസർ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിവിടെ കാണുന്നത് ഫസ്റ്റ് വൺ എന്താണ്? ആ ഒരു സ്മാർട്ട് കെയിൻ ആണ്. പിന്നെ എന്താണ്? ബ്രെയിൽ സ്ലേറ്റ് ആണ്. ഈ സ്മാർട്ട് കെയിൻ എന്താണ്? ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ്, ഒരു വടിയാണ്. അതിൻ്റെ അറ്റം മെറ്റലാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസിന് മീൻസ് എന്തെങ്കിലും തടസ്സങ്ങളുടെ മേൽ തട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ തട്ടുമ്പോൾ അത് ഒച്ചയുണ്ടാകുമ്പോൾ അവർക്ക് ഈ കണ്ണ് കാണാത്തവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രെയിൽ സ്ലേറ്റും അതൊന്നിങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് വായിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സ്മാർട്ട് കെയിനെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് അറിയാം. ടു ഫൈൻഡ് ദ വേ, സ്മാർട്ട് കെയിൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ടു ഫൈൻഡ് ദ വേ, വഴി കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ വേ മോർ ഈസിലി. പെട്ടെന്ന് തന്നെ നമുക്ക് ആ കണ്ണ് കാണാത്തവർക്ക് വഴി കണ്ടുപിടിച്ച് പോകാൻ ആരെ ഹെൽപ്പ് ചെയ്യും? സ്മാർട്ട് കെയിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ടു ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾസ്, അതുപോലെ തന്നെ തടസ്സം കണ്ടെത്താനും
ആര് സഹായിക്കും? സ്മാർട്ട് കെയിൻ സഹായിക്കും. എങ്ങനെയാണ്? അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ലൊക്കേറ്റ് ഒബ്സ്റ്റക്കിൾസ് ഇൻ റിയൽ ടൈം. എന്താ പറയുന്നത്? അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് തടസ്സങ്ങൾ കണ്ടെത്താൻ പറ്റും. അവർ പോകുന്ന വഴിക്കുള്ള തടസ്സം കണ്ടെത്താൻ പറ്റും. പിന്നെ കണക്ടിവിറ്റി. സ്മാർട്ട് കെയിൻസ് ക്യാൻ ബി കണക്റ്റഡ് ത്രൂ ബ്ലൂടൂത്ത് ടു സ്മാർട്ട് ഫോൺസ് ഓർ അതർ ഡിവൈസസ്. സ്മാർട്ട് കെയിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്തോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ടു ഐഡൻറ്റിഫൈ ഫോൾസ്. അതുപോലെ തന്നെ ഇറ്റ് പാസസ് ഇൻഫോർമേഷൻ ടു ദ കൺസേൺഡ് ഇഫ് ദർ ഈസ് എ ഫോൾ ആൻഡ് ദ ഇൻഡിവിജ്വൽ ഈസ് അണേബിൾ ടു ഗെറ്റ് അപ്പ്. നമ്മുടെ സ്മാർട്ട് കെയിൻ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ആൾ വീണാൽ, യൂസ് ചെയ്യുന്ന ആൾ വീണാൽ അവർക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ നമ്മുടെ ആ ഒരു വീഴ്ച അറിയിക്കും. ഓക്കെ. അതുപോലെ കസ്റ്റമൈസേഷൻ എന്താണ്? നമുക്ക് നമ്മുടെ ഉയരത്തിനനുസരിച്ച് നമ്മുടെ വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകളൊക്കെ, അതുപോലെ തന്നെ എന്താണ് വിവിധ സെൻസറി ഫീഡ്ബാക്ക്, ഇതൊക്കെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് നമ്മുടെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ഹാൻഡിൽ ഗ്രിപ്പാണ് ഉണ്ടാവുക, അത് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായി? നമ്മൾ ഓരോ യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡാറ്റ കളക്ഷൻ. ദേ ക്യാൻ കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ്, വാക്കിംഗ് സ്പീഡ്, ഒബ്സ്റ്റക്കിൾസ് ഫേസ്ഡ്. അതുപോലെ തന്നെ എന്താണ് ഡാറ്റ കളക്ഷൻ ഉണ്ട്. എന്താണ് എത്ര യാത്ര ചെയ്ത ദൂരം, അതുപോലെ തന്നെ നടത്തത്തിൻ്റെ വേഗത, അതുപോലെ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ, ഇവയൊക്കെ ഇത് എന്ത് ചെയ്യും? ശേഖരിച്ച് വെക്കും. ഇതൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് കെയിൻ്റെ പണി. അപ്പോൾ സ്മാർട്ട് കെയിനിന് എത്രത്തോളം ഹെൽപ്ഫുള്ളാണ് അവർക്കെന്ന് മനസ്സിലായല്ലോ. ആരാണ് സ്മാർട്ട് കെയിൻ യൂസ് ചെയ്യുന്നത്? ഇതിനിടയ്ക്ക് മറന്നുപോയോ? സ്മാർട്ട് കെയിൻ യൂസ് ചെയ്യുന്നത് ആരാണ്? വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള പീപ്പിൾ, കണ്ണ് കാണാത്തവരാണ്, അല്ലെങ്കിൽ മീൻസ് കാഴ്ച പരിമിതിയുള്ളവർ, അല്ലെങ്കിൽ തീരെ കണ്ണ് കാണാത്തവർ, ഇവരൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്മാർട്ട് കെയിന് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ലഘുലേഖയിലുള്ള ചിത്രങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. ജസ്റ്റ് ടേക്ക് കെയർ, സീ ഫോർ എ ലോങ് ടൈം. സൂക്ഷിച്ചാൽ മതി, ദീർഘനാൾ കാണാം. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടോ കുട്ടി ചെയ്യുന്നത്? കണ്ണിങ്ങനെ തിരുമ്മ. എന്ത് കണ്ണിൽ വീണാലും നമ്മൾ തിരുമ്മരുത് എന്ന് നമ്മുടെ പാരൻസ് പറഞ്ഞു തരും അല്ലേ. കണ്ണിങ്ങനെ റബ്ബ് ചെയ്യരുത്. ഡോണ്ട് റബ് ദ ഐസ്. അത് ചെയ്താൽ എന്താ? നമ്മുടെ കണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിവ് വരാനും ആ പാളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെയോ ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉൾഭാഗം നമ്മൾ കൈ കൊണ്ട് തുടരുത്. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? അപ്പോൾ ഈ പിക്ചർ ശരിക്കും നോക്കുക. ഫസ്റ്റത്തെ പിക്ചർ എന്താണ്? ആ കുട്ടി കണ്ണ് തിരുമുന്നതാണ്, അത് ശരിയല്ല. രണ്ടാമത്തെ എന്താ? കണ്ണിൽ വെള്ളം എടുത്തിട്ട് കഴുകുക, അത് ഓക്കെയാണ്. നല്ല വെളിച്ചത്തിൽ വേണം നമ്മൾ TV കാണാൻ. നാലാമത്തെ പിക്ചർ എന്താ? മങ്ങിയ വെളിച്ചത്തിലാണല്ലേ TV കാണുന്നത്, അത് അങ്ങനെ ചെയ്യരുത്. മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ TV കാണാൻ നിൽക്കരുത്, അത് നമ്മുടെ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ പോകും. നോക്കിയേ, ഡു നോട്ട് റബ് ദ ഐസ്, കണ്ണുകൾ തിരുമാതിരിക്കുക. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ, കണ്ണിൻ്റെ ഉൾഭാഗം തൊടാതിരിക്കുക. ഡു നോട്ട് വാച്ച് ടെലിവിഷൻ ഇൻ ഡിം ലൈറ്റിൽ TV കാണാതിരിക്കുക. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് നേരത്തേക്ക് TVയോ കമ്പ്യൂട്ടറോ ഫോണോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെയോ ഡു നോട്ട് യൂസ് ദ ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവർ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് കർച്ചീഫ് മീൻസ് ടവലുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ്, വെച്ചാൽ എന്താണ്? ആവശ്യത്തിന് വെളിച്ചമൊക്കെ കിട്ടുന്നിടത്ത് പോയിരുന്നിട്ട് വായിക്കുക. പിന്നെയോ ഗെറ്റ് ദ ഐസ് ടെസ്റ്റ് പീരിയോഡിക്കലി, അതുപോലെ തന്നെ കണ്ണിന് വല്ല പ്രശ്നങ്ങളുണ്ടെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാഴ്ച പരിശോധന നടത്തുക. ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ലീഫി ആൻഡ് അതർ വെജിറ്റബിൾസ് ഇൻ ദി ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്താണ്? ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തുക. അത് നമ്മുടെ കണ്ണിന് സ്ട്രോങ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ സെൻസ് ഓർഗൻസ്? നമുക്കറിയാം, സെൻസ് ഓർഗൻസ് ആർ സ്പെഷ്യൽ ഓർഗൻസ് ഇൻ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ദാറ്റ് ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദയർ സറൗണ്ടിങ്സ്. അവിടെ ഒരു ഞാൻ അറിയാതെ ഇട്ടതാണ് കേട്ടോ. THEIR എന്നേ ഉള്ളൂ കേട്ടോ, അതേ അറിഞ്ഞേ അണ്ടർസ്റ്റാൻഡ് ദെയർ സറൗണ്ടിങ്സ്. ഇൻ ഹ്യൂമൻസ് ദ സെൻസ് ഓർഗൻസ് ആർ ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അപ്പോൾ പിന്നെയും വീഡിയോ കൂടും. അപ്പോൾ സെൻസ് ഓർഗൻ എന്താണെന്ന് മക്കൾക്കറിയാം.
വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബട്ടർഫ്ലൈസ് ലെഗ്? എന്താണ് ബട്ടർഫ്ലൈസ് ലെഗിൻ്റെ ഫങ്ഷൻ? ടു റെക്കഗ്നൈസ് ടേസ്റ്റ് അല്ലേ. വൈ ഡു ആനിമൽസ് ലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺ ഹാവ് ഐസ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ് അല്ലേ? ഫ്രണ്ടിൽ എന്തുകൊണ്ടാണ് ഫ്രണ്ടിൽ മീൻസ് ഹെഡിൻ്റെ ഫ്രണ്ടിൽ എന്താണ് ഐസ് കൊടുക്കാൻ കാരണം ടൈഗേഴ്സിന് ലയണിനൊക്കെ? കാരണം ദേ ക്യാൻ എന്താണ് animals with eyes in the front of their heads can precisely understand the position and distance of object. അവർക്ക് മുന്നിൽ നിൽക്കുന്ന വസ്തുവിൻ്റെ പൊസിഷനും ഡിസ്റ്റൻസും നന്നായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. വിച്ച് ഹെൽപ്സ് ദം ക്യാച്ച് ദെയർ പ്രേ. അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ഇരയെ പിടിക്കാൻ എളുപ്പമാണ്. ഹൗ ഡു ആനിമൽസ് ലൈക്ക് ഡീർ ആൻഡ് റാബിറ്റ്സ് എസ്കേപ്പ് ഫ്രം പ്രിഡേറ്റേഴ്സ്? എങ്ങനെയാണ് നമ്മുടെ ഡീറും റാബിറ്റ്സും ഒക്കെ അവരെ പിടിക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷപ്പെടുന്നത്? കാരണം എന്താണ്, അവർക്ക് സൈഡിലാണല്ലേ, ഹെഡിൻ്റെ സൈഡിലാണ് കണ്ണുകളുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും അവർക്ക് കാണാൻ പറ്റും. ഓക്കെ, വൈ ഡു എ കാറ്റ്സ് ഐസ് ഷൈൻ അറ്റ് നൈറ്റ്? എന്തുകൊണ്ടാണ് നമ്മുടെ കാറ്റിൻ്റെ ഐസ് രാത്രിയിൽ ഷൈൻ ചെയ്യുന്നത്? എ കാറ്റ് ഐസ് ഷൈൻ അറ്റ് നൈറ്റ് ബിക്കോസ് ദേ ഹാവ് എ ലെയർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ഹെൽപ്പ് ദം സീ ഈവൻ ഇൻ ലോ ലൈറ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് കൺജക്റ്റിവൈറ്റിസ് ആൻഡ് ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ഇറ്റ് സ്പ്രെഡ്? എന്താണ് കൺജക്റ്റിവൈറ്റിസ് അല്ലേ? കണ്ണസുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് that causes pain in the eyes. It can spread through കോണ്ടാക്ട് വിത്ത് ഒബ്ജക്ട്സ് യൂസ്ഡ് ബൈ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ തൊടുമ്പോഴാണ് നമുക്കത് പകരുന്നത്. ടു പ്രിവെൻറ്റ് ഇറ്റ് സ്പ്രെഡ്, അവോയ്ഡ് ടച്ചിങ് ഒബ്ജക്ട്സ് യൂസ്ഡ് ബൈ ദ പേഷ്യൻ്റ് ആൻഡ് പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ. നമുക്കിത് സ്പ്രെഡ് ചെയ്യുന്നത്, പകരുന്നത് തടയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർ തൊട്ടതൊന്നും തൊടാതിരിക്കുക. അതുപോലെ തന്നെ ഗുഡ് ഹൈജീൻ, നല്ല വൃത്തി സൂക്ഷിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വാട്ട് ഈസ് എ സ്നെല്ലൻ ചാർട്ട്? എന്താണ് സ്നെല്ലൻ ചാർട്ട്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഐസൈറ്റ് അല്ലേ? കണ്ണിൻ്റെ കാഴ്ചയുടെ പരിധി, ആ കാഴ്ച പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. അതിലെന്തൊക്കെയാണ്? ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ട്, ഇറ്റ് ഹാസ് ലെറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് അറേഞ്ച്ഡ് സോ ദാറ്റ് ദ സൈസ് ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. It was developed by Dutch ophthalmologist Herman Stanley in 1862. ഇനി ഹൗ ഡു വിഷ്വലി ചാലഞ്ചഡ് ഇൻഡിവിജ്വൽസ് റെക്കഗ്നൈസ് കറൻസി നോട്ട്സ്? അതൊക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. 9th ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ആർ സ്മാർട്ട് കെയിൻസ് ആൻഡ് ഹൗ ഡു ദേ ഹെൽപ്പ് വിഷ്വലി ചാലഞ്ചഡ് പീപ്പിൾ? എന്താണ് സ്മാർട്ട് കെയിൻ? അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ്, അതെങ്ങനെയാണ് വിഷ്വലി ചാലഞ്ചഡ് പീപ്പിളെ, കണ്ണ് കാണാത്തവരെ സഹായിക്കുന്നത്? അതുപോലെ തന്നെ വാട്ട് ഹെൽത്ത് ഹാബിറ്റ്സ് ഷുഡ് വി ഫോളോ ഫോർ ഹെൽത്തി ഐസിൽ നമ്മുടെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് നമ്മൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ നല്ല ഹെൽത്ത് ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് പോയിൻറ്റ്സ് ചെയ്താൽ അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ